ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുറച്ചായി നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന വാർത്തകൾ അത്രയും കൊള്ളയും കൊലപാതകവും ബലാത്സംഗവും ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ സമൂഹം, നമ്മൾ നേരത്തെ ഇത് കേട്ടിരുന്നു. കൊറോണ കാലത്ത് കൂടുതൽ പീഡനങ്ങൾ, കൊലപാതകങ്ങൾ, കൊള്ളയടികൾ, തട്ടിക്കൊണ്ടു പോകല് ഒക്കെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ അന്ന് എല്ലാവരും ന്യായീകരിച്ചിരുന്നു, മനുഷ്യൻ എപ്പോഴും എൻഗേജ്ഡ് ആയിരുന്നു. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ജോലിയില്ല, പൈസയില്ല, ചെലവ് കൂടി. അങ്ങനൊക്കെ വരുമ്പോൾ മനുഷ്യൻ കക്കാനും കൊള്ളയടിക്കാനും കൊല്ലാനും ഒക്കെ തയ്യാറാകുകയാണ് അവൻ്റെ ജീവിതത്തിന് വേണ്ടി. പക്ഷേ നമ്മൾ രഞ്ജിത് ശ്രീനിവാസന്റെ മരണം, കൊലപാതകം നമ്മൾ കണ്ടത് ഞെട്ടലോടുകൂടിയായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ മെനക്കെട്ടിരുന്ന ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി, അതിനകത്തൊരു ഹിറ്റ് സ്ക്വാഡ് ഉണ്ടാക്കി, വളരെ മെനക്കെട്ട് രഞ്ജിത് ശ്രീനിവാസനെ കൊല്ലാൻ 15 പേർ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടർ വളരെ കൃത്യമായ രൂപത്തിൽ ഈ വിഷയം സംസാരിക്കുകയും ചെയ്തിരുന്നു ചാനലിൽ. 15 പേര് കയറി വരുന്നു. ആദ്യം ഒരൊറ്റ അടിയാണ് കൂടം കൊണ്ട് തലച്ചോറ് ചിന്നിച്ചിതറി. പെറ്റമ്മയും ഭാര്യയും മകളും ഒക്കെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ദൃക്സാക്ഷികളായി. അമ്മയെയും ഉപദ്രവിക്കുന്നു, ഭാര്യയെയും ഉപദ്രവിക്കുന്നു. കുഞ്ഞു പേടിച്ച് നിലവിളിക്കുവാണ്. സ്വന്തം പിതാവാണ് ഈ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത്, തല വേർപെട്ടിരിക്കുന്നു. പിന്നീട് ഈ മൃതശരീരത്തെ പോലും വെറുതെ വിടാതെ 15 പേരും കയറി ഇറങ്ങി വെട്ടി പ്രതികാരം തീർക്കുന്നത് പോലെ. ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരെ ശബ്ദിക്കാൻ, ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ പത്രമാധ്യമങ്ങളോ അതല്ലെങ്കിൽ ദൃശ്യശ്രവണ മാധ്യമങ്ങളോ ഒന്നും മുന്നോട്ട് വരുന്നില്ല. കാരണം മതഭീകരരാണ്. എല്ലാവർക്കും ഒരു ജീവനേ ഉള്ളൂ. എല്ലാവർക്കും ജീവനിൽ പേടിയാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കാൻ. എന്നാൽ നിർഭയം പ്രതികരിക്കുന്ന ചില ആളുകളെയും മാധ്യമങ്ങളെയും വായ മുടിക്കെട്ടാനും അവരെ നിശബ്ദരാക്കാനും കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിനിടയിലാണ് നമ്മുടെ അഭിമന്യുവിനെ ക്യാമ്പസിനകത്തിട്ട് ക്രൂരമായി കൊന്ന കപാലികരാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ട്. വർഗീയത തുലയട്ടെ എന്ന് മതിലിൽ എഴുതി അങ്ങനെ ഒരു ചുമരെഴുത്ത് പോലും അവർ ആഗ്രഹിക്കുന്നില്ല. വർഗീയതയെ അവർക്ക് വാനോളം വളർത്തണം, എന്നാൽ മാത്രമേ ഈ മണ്ണിൽ അവർക്ക് വേരുറപ്പിക്കാൻ കഴിയൂ. വർഗീയത തുലയട്ടെ എന്ന് ചുമരിൽ എഴുതിയതിന്റെ പേരിൽ ആ പയ്യനെ അതിക്രൂരമായി കൊല്ലുകയും ഏറ്റവും ഒടുവിലായി അതിന്റെ കേസ് ഫയൽ പോലും കോടതിയിൽ നിന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്തു. കോടതിയിൽ നിന്ന്. അപ്പോൾ നമ്മൾ ആരെയാണ് ഇനി വിശ്വസിക്കേണ്ടത്? ഈ പ്രതികളാരും രക്ഷപ്പെടില്ല എന്നത് വേറെ, പക്ഷേ കോടതിയിൽ പോലും ഇവർക്ക് അനുകൂലമായി ഇവർക്കു വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് എന്ന് വേണ്ടി കരുതാൻ. എന്തായിരുന്നാലും ഈ കേസ് ഫയൽ സൂക്ഷിക്കുന്ന റൂമില് മറ്റൊരാൾ കയറി വരുമോ? അതിനകത്ത് നിന്ന് എടുക്കാൻ ക്യാമറ സിസ്റ്റങ്ങളുള്ള കോടതി വളപ്പ്. അപ്പോൾ ഇതിനകത്തുള്ള ആൾ എടുത്താലും കൃത്യമായി രേഖകൾ എത്തേണ്ടുന്ന കരങ്ങളിൽ എത്തും. അവർക്ക് തെളിവുകൾ നശിപ്പിക്കാനും സാധിക്കും. പ്രതികൾ പിടിക്കപ്പെടാതിരിക്കുകയും ചെയ്യും. ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകം നടക്കുന്നത്. 150ഓളം സഹപാഠികളെ സാക്ഷിയാക്കി SFIയുടെ ഗുണ്ടാ സംഘം ഇടിമുറിയിലിട്ട് ക്രൂരമായി ഇടിച്ചും അടിച്ചും പീഡിപ്പിച്ചു. 3 ദിവസം വരെ ഭക്ഷണമോ വെള്ളമോ കൊടുക്കാതെ ആ കുട്ടിയുടെ കണ്ടനാളം അടക്കം മുറുകെ പിടിച്ച് വെള്ളമിറക്കാത്ത രൂപത്തിൽ അതിനെ ശാരീരികമായി ഉപദ്രവിച്ച് കൊന്നുകളയുകയാണ് ഉണ്ടായത്. ഇവരോട് ഏത് രൂപത്തിലാണ് പ്രതികരിക്കേണ്ടത്? സിദ്ധാർത്ഥന്റെ ഒപ്പം നടന്ന് സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോലും നന്ദിയില്ലാത്ത ഈ കപാലികർ, ഈ പയ്യൻ ഒരു തട്ടമിട്ട പെൺകുട്ടിയോടൊപ്പം വാലന്റൈൻസ് ഡേക്ക് ഡാൻസ് കളിച്ചു എന്ന കാരണത്താൽ അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുന്നു. ഈ അഭിമന്യുവിന്റെ വാർത്തയും സിദ്ധാർത്ഥന്റെ വാർത്തയും വൈറലാകുന്നതിനിടയിലാണ് മറ്റൊരു കൊലപാതകവും കൂടി നടക്കുന്നത്. ഇവിടെ ഒരു കലാലയത്തിന്
കലോത്സവത്തിന് ഒരു പേര് വരികയാണ് ഇന്തിഫാദ. കലാപമടങ്ങിയ കൊലപാതകവും സായുധ കലാപവും എന്നുമൊക്കെ അർത്ഥം വരുന്ന ഇന്തിഫാദ എന്ന പേര് ഒരു കലോത്സവത്തിന് വരുന്നത് വലിയ വിവാദമായി. ഒടുവിൽ ആ പേര് തന്നെ കലോത്സവത്തിന്റെ നാമത്തിൽ നിന്നും പിൻവലിക്കേണ്ടി വരുന്നു. പിൻവലിക്കില്ല എന്ന് പറഞ്ഞൊരു വിഭാഗം മസിൽ പിടിക്കുന്നു. ഇസ്രായേലിനെതിരെ ഹമാസ് ഉപയോഗിക്കുന്ന ഈ കലാപ അന്തരീക്ഷത്തെ കുറിച്ച് ബോധവാന്മാരാക്കുന്ന രൂപത്തിലുള്ള സായുധ കലാപം എന്ന അർത്ഥം വരുന്ന പദപ്രയോഗം എങ്ങനെയാണ് ഒരു കലോത്സവത്തിന് ചേരുന്നത്? അതൊടുവിൽ അന്വർത്ഥമായി. ജഡ്ജായി വന്ന ഷാജി അയാളെ കോഴ വാങ്ങിയെന്ന് ആരോപിച്ച് ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി ഒടുവിൽ അദ്ദേഹം വീട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. ഇത്തരം കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നിരന്തര സംഭവങ്ങളാകുമ്പോൾ പലപ്പോഴും RSS പ്രവർത്തകരും BJP പ്രവർത്തകരും ഒക്കെ പോപ്പുലർ ഫ്രണ്ടിനെ കണ്ട് ഭയന്ന് പിന്മാറണമെന്നവരാഗ്രഹിക്കുമ്പോൾ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാനും ആ മേഖലയിൽ കൊല്ലപ്പെടാൻ തയ്യാറാണ് എന്ന രൂപത്തിൽ തന്നെയാണ് അവർ മുന്നോട്ട് വരുന്നത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഭീകരവാദ പ്രവർത്തനങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങളിലും സജീവമായി മുന്നോട്ട് പോയി ഈ രാജ്യത്തെ തകർക്കാനും ഈ നാടിനെ തകർത്ത് ഒരു മാപ്പിളസ്ഥാനാക്കി മാറ്റുന്നതിനും വേണ്ടി ഈ രാജ്യത്തിന്റെ ശത്രു രാജ്യങ്ങളിൽ നിന്നും അച്ചാരം വാങ്ങിയ ആളുകൾ സംഘടന നിരോധിച്ചാലും ശരി, അവരുടെ രാഷ്ട്രീയ സംഘടന ഇവിടെ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, അവരെ കൊണ്ട് സാധിക്കുന്ന മേഖലകളിലെല്ലാം അവർ ഈ നാടിനെ ഒറ്റുകൊടുക്കാനും ഈ നാടിന്റെ ജനാധിപത്യത്തെയും ബഹുസ്വരതയെയും തകർക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുതുതായി വരുന്ന വാർത്തയും ആശ്വാസകരമല്ല. മലപ്പുറം നടവണ്ണ ചീനിക്കലിൽ RSS പ്രവർത്തകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് ഒതുക്കി തീർക്കാൻ പോലീസ് നീക്കം. ദുർബല വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസെടുത്തത്. സംഭവത്തിൽ 4 പേരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും പൂഞ്ഞാർ സംഭവത്തിൽ നമുക്കറിയാം എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു. 27 പ്രതികളും വിദ്യാർത്ഥികളായിരുന്നു. 10 പേർ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളായിരുന്നു. എന്നിട്ട് പോലും കേസ് ഫയലുകൾ വിറയ്ക്കുകയാണ് ഇവരുടെ പേര് ഉൾക്കൊള്ളാൻ. ഇവരുടെ ചിത്രമില്ല, മാതാപിതാക്കളുടെ പേരുകളില്ല, അഡ്രസ്സുകളില്ല. ഒടുവിലാണ് ഗത്യന്തരമില്ലാതെ പുറത്തു വരികയാണ് 10 പേർ പ്രായപൂർത്തിയാകാത്തവരായിരുന്നു. ഈ പ്രായപൂർത്തിയാകാത്ത ആളുകൾ ഭീകരമായ അന്തരീക്ഷത്തിൽ വണ്ടി ഓടിക്കുകയാണ്. ക്രിസ്ത്യൻ ചർച്ചിലേക്ക് അവർ കയറേണ്ട കാര്യമില്ല, പക്ഷെ അവർ കയറും. സഹവൈദികനെ വാഹനം ഇടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. ഇനിയും വാഹനം ഇടിപ്പിച്ചവർ കൊല്ലാൻ ശ്രമിച്ചു, ശരി, ആ വൈദികൻ കൊല്ലപ്പെട്ടാലും പ്രായപൂർത്തിയാകാത്തവരാണ് കൊന്നത് എന്ന ഇളവുകൾ പോലീസ് ഇവർക്ക് നൽകാൻ തയ്യാറാകുമോ? ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിക്ക് പോലും സമ്മതിക്കേണ്ടി വന്നു. ഇത് ശുദ്ധ തെമ്മാടിത്തരമാണ് ഈ കാണിച്ചത്. അന്യമത വിശ്വാസികളുടെ ആലയത്തിലേക്ക് ഇടിച്ചു കയറി അവിടെ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് അതിലൊരു വൈദികനെ കൊല്ലാൻ ശ്രമിച്ച രീതി ശുദ്ധ തെമ്മാടിത്തരമാണ്. എല്ലാ പ്രതികളും മുസ്ലിങ്ങളാണ് എന്ന് പിണറായി പറഞ്ഞു പോയി. അതിന്റെ പേരിൽ എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് കൈകോർത്ത് പിണറായി എന്ന മുഖ്യമന്ത്രിയെ ഉമ്മാക്കി കാണിച്ച് വോട്ട് ബാങ്ക് കാണിച്ചു ഭീഷണിപ്പെടുത്താനും മാപ്പ് പറയിപ്പിക്കാനും ശ്രമിക്കുമ്പോൾ ഈ നാടിന്റെ മതേതരത്വം എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അവർക്കും ജാമ്യം ലഭിച്ചു. RSS പ്രവർത്തകനെ കൊല്ലാൻ ശ്രമിച്ച കേസ് ഇല്ലാതാക്കാനും ദുർബലമായ വകുപ്പുകൾ ചുമത്തി അവർക്ക് ജാമ്യം കൊടുക്കുകയും ചെയ്ത ഈ പോലീസ് ആരോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന് ഇനിയും നമ്മൾ ചിന്തിക്കണം. ഒതുക്കി തീർക്കാൻ പോലീസ് നീക്കം. ദുർബല വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസെടുത്തത്. സംഭവത്തിൽ 4 പേരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും എല്ലാവർക്കും ജാമ്യം ലഭിച്ചു. RSS പ്രവർത്തകൻ ആദർശിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസാണ് പോലീസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നത്. പ്രതികൾക്കെതിരെ ദുർബല വകുപ്പുകൾ ചുമത്തിയതിനാൽ കസ്റ്റഡിയിലെടുത്ത 4 പേർക്കും ജാമ്യം ലഭിച്ചു. ഇതിനെതിരെ പ്രതിഷേധം ഉയരുകയാണ്. പോലീസിന്റെ നിഷ്ക്രിയത്വം അവസാനിപ്പിച്ചില്ലെങ്കിൽ കടുത്ത പ്രക്ഷോഭം നടത്താനുള്ള ഒരുക്കത്തിലാണ് ഹൈന്ദവ സംഘടനകൾ. പോലീസിന്റെ ഭാഗത്തുനിന്ന് വേണ്ട തരത്തിലൊരു അന്വേഷണം നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പോലീസ് ഇതിലെന്തോ ഒത്തുകളിക്കുന്നതായി നമുക്ക് തോന്നുന്നു.
കേരളത്തിലും ആകമാനം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത് ഇവിടുത്തെ ഭരണകർത്താക്കളുടെ പോരായ്മ കൊണ്ടാണ്, പോലീസിന്റെ നിഷ്ക്രിയത്വമാണ്. പോലീസ് ഈ കാര്യത്തിൽ കർശനമായ നടപടികൾ സ്വീകരിച്ച് ആളുകളെ പുറത്തു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ശക്തമായ പരിപാടികളുമായി ഇതിന് മുന്നോട്ട് പോകേണ്ടി വരും. ഈ നാട്ടിൽ അരാജകത്വം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ശാന്തിയാണ് ആവശ്യം, സമാധാനമാണ് ആവശ്യം. സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ വിജനമായ സ്ഥലത്ത് വച്ചായിരുന്നു ആദർശിനെ ഒരു സംഘം ആക്രമിച്ചത്. കത്തിക്കുത്തിൽ പുറത്ത് ഗുരുതര പരിക്കേറ്റിരുന്നു. നിലവിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശത്ത് സംഘർഷം സൃഷ്ടിക്കുകയാണ് അക്രമികളുടെ ലക്ഷ്യമെന്ന് ഹൈന്ദവ സംഘടനാ നേതാക്കൾ പറയുന്നു. കൊലപാതക ശ്രമത്തിന് പിന്നിൽ മതമൗലികവാദികളാണെന്നാണ് സൂചന. അതായത് ഇങ്ങനെ പലപ്പോഴും ഇവര് പലരെയും കൊല്ലാൻ ശ്രമിക്കുന്നു, പലരും കൊല്ലപ്പെടുന്നു. നമ്മൾ അറിയാത്ത എത്രയെത്ര കേസുകൾ പോലീസ് ഒതുക്കി തീർക്കുന്നുണ്ടാകും. എന്തിനു വേണ്ടിയാണ്? ചിന്തിക്കുക. ഇനിയെങ്കിലും പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അഫ്ഗാനികളെ പോലെ അഭയാർത്ഥികളായി നമ്മൾ മാറും. നന്ദി.